വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന്. ഈ രാഷ്ട്രീയം മാത്രമാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്ന ഒരു രാഷ്ട്രീയം മാത്രമായി മാറുന്നതാണ് അപകടം. ആ ഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്ന ഉറപ്പായിട്ടും നമ്മളടക്കമുള്ളവർ ഇത് CPM ഹാൻഡിൽ നിന്ന് വരുന്ന ഒരു ശക്തമായ പ്രതികരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ചർച്ചയിലും ഡിബേറ്റിലും CPM പ്രതിനിധി അത് നമ്മൾക്കാണ് ഈ വാർത്ത കിട്ടിയിരുന്നെങ്കിൽ ആശുപത്രിയുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. സുനിൽ നമ്മളത് ചെയ്തിട്ടുമുണ്ട്. സ്വകാര്യ ആശുപത്രിയിലെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഞാൻ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിഷേധങ്ങളാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ മാത്രം നമ്മൾ സ്വകാര്യ ആശുപത്രികളിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് എത്ര രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്? ഇല്ല, ഒരെണ്ണം പോലും നമുക്ക് പേരിന് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാകില്ല. അതേസമയം സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിൽ ഒരു ചെറിയ വിഷയമുണ്ടായാൽ പോലും അതൊരു വലിയ വിഷയമാക്കി ആളിക്കത്തിക്കുകയും സാധാരണ ജനങ്ങൾക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ, ഇത്തരം ആതുരാലയങ്ങളിൽ ഉണ്ടാകുന്ന വിശ്വാസം തന്നെ തകർക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്ന ഇതുവരെയും ചെറിയ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല സുനിൽ. ചെറിയ കാര്യങ്ങളല്ല. ഇപ്പോൾ ഹർഷീനയുടെ കേസായാലും ഉഷയുടെ കേസായാലും 2 കത്രിക കേസുകളാണല്ലോ. ഈ 2 കേസുകളിലും എടുത്തിരിക്കുന്ന സമീപനം നമ്മുടെ മുന്നിലുണ്ട്. ഇനി വിനോദിനി എന്ന 9 വയസ്സുള്ള കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്, കൈ ഒടിഞ്ഞ സമയം പറയുന്നത് നമ്മൾ ഇതൊന്നും തന്നെ ചെറിയ കാര്യങ്ങളല്ല ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത് വലിയ പിഴവാണ്. ഉറപ്പായും വലിയ പിഴവാണ്. പറയുമ്പോൾ നേട്ടങ്ങളുടെ പട്ടിക എടുത്ത് വായിക്കുന്നത് എത്രത്തോളം ഔചിത്യമുള്ള സമീപനമാണ്. ഞാൻ 100% അംഗീകരിക്കുന്നു. ഈ പിഴവുകളിൽ എന്ത് നടപടി എന്ന് ചോദിക്കുമ്പോൾ നേട്ടങ്ങളുടെ പട്ടിക എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതാ കിട്ടിയ അവാർഡുകൾ ഇതാ ഇത്രയും എന്ന് പറഞ്ഞ് വായിക്കുന്നത് എത്രത്തോളം ഔചിത്യമുള്ള പ്രതികരണമാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാനത് അംഗീകരിക്കുന്നില്ല. ഞാൻ ആ വാദത്തെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. ഈ ആലപ്പുഴയിൽ സംഭവിച്ചതാണെങ്കിലും കോഴിക്കോട്ട് സംഭവിച്ചതാണെങ്കിലും പാലക്കാട്ട് സംഭവിച്ചതാണെങ്കിലും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചാൽ അത് ഈ സിസ്റ്റത്തെ പൂർണ്ണമായി തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഉയർത്തുന്ന ആശങ്ക എന്ന് പറയുന്നത്.